ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും അധികം ചർച്ചയായ സീസണായിരുന്നു സീസൺ നമ്പർ 4. ആദ്യമായൊരു ലേഡി ബിഗ് ബോസ് മലയാളത്തിലുണ്ടായത് സീസൺ 4-ലാണ്. ദിൽഷ പ്രസന്നൻ, റോബിൻ രാധാകൃഷ്ണൻ, ജാസ്മിൻ മൂസ, ബ്ലസ്ലി, റിയാസ് സലീം എന്നിവർ കത്തിനിന്ന ഷോ ശരിക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ബിഗ് ബോസ് ഷോ അവസാനിച്ചതിനു ശേഷവും ആ ഷോയിലെ മത്സരാർത്ഥികൾ ഏറെക്കാലം ആ സെലിബ്രിറ്റി പട്ടം മുന്നോട്ട് കൊണ്ടുപോയി. വൈൽഡ് കാർഡിലൂടെ വന്ന് ഏറെക്കുറെ കപ്പടിക്കുമെന്ന നിലവരെ എത്തിയ ആദ്യത്തെ മത്സരാർത്ഥിയായിരുന്നു റിയാസ് സലീം. തുടക്കത്തിൽ റിയാസിന് വലിയ പിന്തുണ ലഭിച്ചില്ല എങ്കിലും പിന്നീട് ഷോയ്ക്ക് ശേഷവും താരത്തെ ആദരിക്കുന്നവർ ഏറെയായിരുന്നു. റിയാസിന്റെ സംസാര രീതികളും സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒരു വിഷയത്തോടുള്ള പ്രതികരണവുമെല്ലാം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷവും വലിയ ചർച്ചയായിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷം മോഡലിങ്ങിലെല്ലാം വളരെയധികം സജീവമായിരുന്നു റിയാസ്. അതിനിടയിൽ സ്വന്തമായി ഒരു വീട് പണിതതും വാർത്തയായിരുന്നു. 15 വർഷത്തോളം സ്വന്തമായി ഒരു വീട് പണിയാൻ സാധിക്കാതെ പോയ റിയാസിന് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പണി കഴിപ്പിച്ച ആ വീടിൻ്റെ ഹോം ടൂർ അധികം വൈകാതെ ചെയ്യാമെന്ന് റിയാസ് സലീം പറയുന്നു. അതിനു മുൻപ് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാസ് സലീം അക്കാര്യം പറയുന്നത്. മറ്റൊന്നുമല്ല, റിയാസ് പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയാണ്. റിയാസ് സലീം ഡിസൈൻ സ്റ്റുഡിയോ എന്ന പേരിലാണ് സ്ഥാപനം. ഇതുവരെ ഞാൻ വന്നു നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും തന്ന സ്നേഹവും പരിഗണനയുമാണ്. പുതിയ ബിസിനസ്സിനും അതിൽ പ്രതീക്ഷിക്കുന്നു എന്ന് റിയാസ് പറയുന്നു. ഇതോടെ താരത്തിന് ആശംസകളുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്.